ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ചിരിച്ച് ചിരിച്ച് മരിച്ചു പോയി സുഹൃത്തുക്കളെ. പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, സംഘികളുടെ വില്ലാളി വീരൻ, ജഗജില്ലാ കില്ലാടി, ഓമനക്കുട്ടൻ, സുന്ദര പുരുഷൻ, സംഘികളുടെ എല്ലാമായ സന്ദീപ് വാര്യരുടെ നാട്ടിൽ സംഭവിച്ച കഥയറിയുമോ? വാര്യരെ, ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല വാര്യരെ. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു കാണും, ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല വാര്യരെ. നിങ്ങളുടെ വീരവാദം അങ്ങനെയായിരുന്നു. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, എതിരാളികളെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിശദീകരണ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. എന്തൊക്കെയായിരുന്നു വാര്യരെ. പക്ഷേ സ്വന്തം നാട്ടില് ഈച്ച വായിക്കേണ്ട അവസ്ഥ വന്നില്ലേ വാര്യരെ? ഇതിനെക്കാട്ടിയും വലിയ നാണക്കേട് ഇനി എന്താണ് സന്ദീപ് വാര്യരെ നിങ്ങൾക്കുള്ളത്? പറഞ്ഞു വരുന്നത്, സന്ദീപ് വാര്യരുടെ നാടായ പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകരയിൽ BJP ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി BJP നടത്തിയ വിശദീകരണ യോഗത്തിൽ ഈച്ച വായിക്കേണ്ട അവസ്ഥ വന്നുപോയി. കാരണം തച്ചനാട്ടുകരയിലെ മുഴുവൻ വ്യാപാരികളും അവരുടെ കടയടച്ച് സന്ദീപ് വാര്യറിന്റെ മുഖത്തേക്ക് ഒരു അടിയും കൊടുത്ത് അവർ ബായ് പറഞ്ഞു പോയി. ഇത് കേരളത്തിലെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരുടെ നാട്ടിലെ അവസ്ഥയാണ്. വാര്യരിനി എങ്ങനെ ചാനൽ ചർച്ചയിൽ പോയി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയും? അപ്പോൾ എതിരാളികൾ ചോദിക്കില്ലേ, സ്വന്തം നാട്ടിൽ പോലും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റാത്ത, വ്യാപാരികളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത താങ്കൾ എന്ത് വിപ്ലവമാണ് ഇനി സൃഷ്ടിക്കുന്നത്? ഇതിനേക്കാൾ വലിയ നാണക്കേടില്ല. ഇത് കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖമാണ് സന്ദീപ് വാര്യരെ. കാരണം നിങ്ങളുടെ കോട്ടകളിലായാൽ പോലും മുസ്ലിങ്ങളെ, രാജ്യത്തെ മതേതരത്വ വിശ്വാസികളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളോട് നോ പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ പലയിടങ്ങളിലും പോയി പ്രസംഗിക്കാറുണ്ടല്ലോ, കേരളത്തിൽ BJP പടർന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. എവിടെ പടർന്നു പിടിച്ചു? സ്വന്തം നാട്ടിലെ അവസ്ഥയാണിത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ നിങ്ങളോട് നിങ്ങളുടെ സ്വന്തം നാട്ടുകാർ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാര്യരെ, ഇതിനേക്കാൾ വലിയ തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കാനില്ല. കേരളത്തിലെ ഒരുപക്ഷെ ചാനൽ ചർച്ചകളിൽ നിറസാന്നിധ്യമായ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇത് സംഭവിച്ചു എന്നറിയുമ്പോൾ കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ സന്തോഷിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഞാനും സന്തോഷിക്കുകയാണ്. എന്നാലും എൻ്റെ വാര്യരെ, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.